ഹലോ ഫ്രണ്ട്സ്, നല്ല രുചിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഓണമൊക്കെ വരാറായി. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഓണം സ്പെഷ്യൽ ഒരു അടിപൊളി സദ്യ സാമ്പാറാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാനൊരു 100 ഗ്രാം സാമ്പാർ പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുക്കറിലൊക്കെ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 6-7 അല്ലി വെളുത്തുള്ളി, ഒരു 4 പച്ചമുളക്, ഒരു തണ്ട് കറിവേപ്പില, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പരിപ്പിന് മാത്രമായിട്ടാണ് ഞാൻ ഈ ഉപ്പിട്ടേക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്കത് അടച്ചു വെച്ചൊരു 4 വിസിൽ വരുന്നേരം വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും ഒരു സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ച് ചേർത്ത്, അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് ഇതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ തേങ്ങ തണ്ട ഇതേ രീതിയിൽ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തണുത്തതിന് ശേഷം ശകലം വെള്ളം കൂടെ ചേർത്തൊന്ന് അരച്ചെടുക്കാം. നമുക്കിനി ഒന്ന് മാറ്റി വെക്കാം. അപ്പം നമ്മളൊരു ഉരുളി എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് ഞാൻ കുറച്ച് വെണ്ടയ്ക്ക ഇതേ രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്ക അത് എണ്ണയിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സാമ്പാറിനകത്ത് ഇട്ടാൽ ഈ വെണ്ടയ്ക്ക ഒന്നും ഉടഞ്ഞു പോകത്തില്ല. അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് മത്തങ്ങയും കൂടെ ഇട്ട് കൊടുക്കുവാണ്. അതിലേക്ക് 2 മുരിങ്ങയ്ക്ക, 2 തക്കാളി, വലിയ 2 തക്കാളിയാണ് എടുത്തേക്കുന്നത്. നമുക്കിതെല്ലാം കൂടെ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. 2 മിനിറ്റ് നമുക്കിതൊന്ന് എണ്ണയിലിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു സവാളയും കൂടെ ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം ഒരു പിടി ചുവന്നുള്ളിയും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾക്ക് സാമ്പാറിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ പരിപ്പിന് ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ മലക്കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ പരിപ്പൊക്കെ നമ്മൾ വേവിക്കാൻ വെച്ചായിരുന്നു. പരിപ്പെല്ലാം വെന്തിട്ടുണ്ട്. നമുക്ക് പരിപ്പും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഇട്ട മലക്കറിയൊക്കെ ഒന്ന് വെന്ത് കിട്ടാനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ വേണം. കുറച്ച് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുവാണ്. അപ്പോൾ നമുക്കതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളൊരു ഇരുമ്പെട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുവാണ്. ഒരു 3 ടീസ്പൂൺ മുളക് പൊടി,
ഒരു 1.5 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയ തീ വെച്ച് നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. വേണമെങ്കിൽ ഇതിലേക്ക് ശകലം എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു പരുവത്തിൽ വറുത്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ വേവാറായി വന്ന്, അപ്പോൾ നമുക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ വറുത്ത് വെച്ച പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് തീ കുറച്ച് വെച്ച് പൊടിയൊക്കെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വറുത്ത് അരച്ച് വെച്ച തേങ്ങ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമുക്കിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഇച്ചിരി കായത്തിൻ്റെ കുറവുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ ഈ സമയത്ത് നമുക്ക് പാകമാണെന്ന് നോക്കണം. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിച്ചീരയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് കുറച്ച് വാടിപ്പോയതാണ്. അപ്പം നമ്മളെ അടിപൊളി സദ്യ സാമ്പാർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മളതിലേക്ക് ഒരു വറവ് വെച്ചിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി സാമ്പാർ ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണാറുണ്ട്, നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് ഈ സാമ്പാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.